Cock. Happy Vishu. Chess Rowdy. Palli Satambe. Director Dijo Jose Anthony. Writer S. Suresh Babu. ഷെൻ്റെ പൊന്നണ്ണ എസ് സുരേഷ് ബാബു അണ്ണ. അപ്പോൾ ഡിജോ ജോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ജനഗണമന എന്ന് പറഞ്ഞ ഒരു കിടിലം പണി ചെയ്ത ആളാണ്. പക്ഷേ പള്ളിച്ചട്ടമ്പി ഷെൻ്റെ പൊന്നോ, ഇൻ്റർവെല്ലിന് ഇറങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ച് പോയി. മലങ്കൾട്ടാണെങ്കിൽ ഓക്കെ, മലങ്കൽ ടീസ് കേക്ക് വാക്ക് നല്ല രസമാണ്. മലങ്കൾട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ രസം കാണാം. ഇത് ടോർച്ചറിങ്, അസഹനീയ പടം. അതായത് ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, എന്തെങ്കിലും ഒരു ഫാക്ടർ വേണ്ട ഇതിനകത്ത്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നന്നാവണ്ടേ. വളരെ മോശം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ്റ്റ് സ്ക്രിപ്റ്റ്, വേഴ്സ്റ്റ് ഡയറക്ഷൻ. ഇതിലെ സ്റ്റേജിങ്ങും ആക്ഷൻ സീക്വൻസസും, ഇതിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുക. ചെസ്റ്റിന് മാത്രം ജിമ്മിൽ പോയി അടിക്കുന്ന കുറേ ടീമൊക്കെ ഉണ്ട്. ഷട്ടറാണ് ഇങ്ങനെ നിൽക്കുക, ചെസ്റ്റൊക്കെ കാണിച്ചിട്ട് മൊത്തം കരിവാരി തേച്ചിട്ടുള്ള കുറേ ടീം. അതായത് കുറേ സിനിമകൾ റെഫറൻസ് എടുത്തിട്ട് ചെയ്തെന്ന് തോന്നുന്നു. KGF, കാന്താര, ബാഹുബലി, ടൊവിനോന്റെ തന്നെ നരിവേട്ട. അതായത് ടൊവിനോന്റെ പടം വരെ ഇതിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അവസാനം സ്ഥിരം സ്കാം. അതായത് എന്താ, ഇതിനപ്പുറം എന്തോ സംഭവിക്കാൻ പോകുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു നാടകം, ഒരു വെള്ളരി നാടകം. പണ്ട് വെള്ളരി കണ്ടത്തിൽ നാടകം നടത്തുമല്ലോ ഈ സമ്മറിൽ, അതുപോലത്തെ ഒരു നാടകം. അതായത് തുടക്കം മുതൽ ഇതിൻ്റെ സ്റ്റേജിങ് അങ്ങനെ, പിന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും തക്കാളിപ്പെട്ടി സെറ്റപ്പ്. ഇതിൽ 1957 ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും മറ്റേ EMSന്റെ ഭരണകാലം, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ENS എന്നൊക്കെ പറയുന്നത്. ഇതിൽ ചാണ്ടി സാറൊക്കെ ഉണ്ട്. ചാണ്ടി സാർ ഒരു പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ കല്ലിടുന്നുണ്ട്. കല്ലിട്ട ശേഷം പറയാണ്, ആരാണ് നീ ചോദിക്കുന്ന സമയത്ത് എന്താ ഇമ്മൻ ചാണ്ടി, പിന്നെ ENS. അപ്പോൾ ഇതിൽ മറ്റേ സായുധ വിപ്ലവം, ഭൂപരിഷ്കരണ നിയമം അറിയാലോ. അതായത് ഇതിൻ്റെ പൊളിറ്റിക്സ് ഞാൻ പറയുന്നില്ല, അത് വേർത്തല്ല അതിനെക്കുറിച്ച് സംസാരിക്കും. ഇങ്ങനത്തെ ഒരു കൂതറ സിനിമയിൽ ഉള്ള പൊളിറ്റിക്സ് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നത് വളരെ മോശം അഭിനയം. ടൊവിനോക്കെ വെറും തോൽവി. അതായത് ഒരു കപ്പട മീശയിലും വെച്ചിട്ട് ഇൻട്രോ തന്നെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നിരിങ്ങനെ വെള്ളം ഇങ്ങനെ തുപ്പുക. എന്നിട്ട് മീശയൊക്കെ വെച്ചിട്ട് പുള്ളി ലാലേട്ടൻ്റെ ചില മാനറിസംസ് ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുക. ടൊവിനോയുടെ ഡബ്ബിങ് ഒക്കെ വളരെ മോശം. അത് വളരെ മോശം ഡയലോഗ്സ് എഴുതി കൊടുത്തേക്കുന്നത്, അതിലും വളരെ മോശം റെൻഡറിങ്. അതായത് നല്ല ആക്ഷൻ കൊറിയോഗ്രാഫി, സെറ്റപ്പ്, ബിൽഡപ്പ്, സ്റ്റേജിങ് എല്ലാം വേണ്ട പടം. എന്നിട്ട് മോക്കോ ബോട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അവസാനം. ഇങ്ങനത്തെ ഒരു വിൻറ്റേജ് സാധനത്തിനകത്ത് മോക്കോ ബോട്ട് എടുത്തു വെച്ചാൽ ഭയങ്കര സെൻസ് തന്നെയാണ്. ക്യാമറ സെൻസ് ഭയങ്കര. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വിഷ്വലി ഭയങ്കര മോശം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പെട്ടിക്കട സെറ്റപ്പ്, തങ്കമണിയിൽ അതിന് മുൻപ് ഇത്രയും പെട്ടിക്കട കണ്ടത് 1957 ആണല്ലോ. അപ്പോൾ തക്കാളിപ്പെട്ടി കൊണ്ടുണ്ടാക്കിയ ബസ്, കുറേ ഓലപ്പുര, പിന്നെ തട്ടുകട, സൈഡ്, അത് ഇത് ഒരു തരത്തിൽ എൻഗേജ് ചെയ്യാൻ പറ്റാത്ത. അതായത് പടം തുടങ്ങി 1.25 മണിക്കൂറായി. എന്നിട്ട് ഇത് ഇവരെന്താ പറയാൻ ശ്രമിക്കുന്നത്? പള്ളിച്ചട്ടമ്പി പോലും ചോയ്സ് റൗഡി. അതായത് ടൊവിനോനെ കൊണ്ടുവരും ഒരു നാട്ടിലേക്ക്. അതായത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപവിരോധമാണ്. അപ്പം വിജയരാഘവനൊക്കെ ഉണ്ട് പള്ളിയിൽ അച്ഛനായിട്ട്. ശയ്യോ വെറും വെറുപ്പിക്കൽ. TG രവി ഭൂലക വെറുപ്പിക്കൽ. TG രവി നീലക്കണ്ണൊക്കെ ആംഗ്ലോണ്ടിനായിരിക്കും ചിലപ്പം TG രവി. എന്നിട്ട് പിന്നെ ടൊവിനോന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ഒരു അനുയായി. അതാരാത് വൻ വെറുപ്പിക്കൽ. സ്ക്രീനിൽ വരുമ്പോഴേ എന്തോ പോലെ. ആരെ എവിടെ പിടിച്ചുകൊണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ലിജോ അല്ല, നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ലിസിൻ സ്റ്റീഫൻ, പുള്ളിയുടെ കസിൻ ഉണ്ട് ജോസൂട്ടി ആവശ്യത്തിൽ അധികം അഭിനയിച്ചിട്ടുണ്ട്. ജോസൂട്ടി അങ്ങനെ പിന്നെ മയറ്റിക്കോ. പിന്നെ കയഡ് ലോഹാറിനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു. വിനയം പണ്ട് കൊണ്ടുവന്നു 19ാം നൂറ്റാണ്ടിൽ. ഇപ്പം പക്ഷേ 19ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന കയഡും അല്ല, വേറെ ലെവലായി. സൗത്ത് ഇന്ത്യയിൽ വേറെ ലെവലായി.
കായയുടെ ഡബ്ബിങ് വെച്ചാൽ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 ഇതാണ് കായയുടെ ഡബ്ബിങ്. കായഡ് 1 2 3 4 എന്ന് പറയും. വേറെ ഏതോ സ്ത്രീ കായഡും ഡബ് ചെയ്തിങ്ങനെ. ഇത്രയും വേഴ്സ്റ്റ് ഡബ്ബിങ് ഏവർ ഒരു അന്യ ഭാഷ നടിക്ക്, ഒരു ഇതര ഭാഷ നടിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലും മോശം അഭിനയം. അതായത് അന്നത്തെ കാലത്തെ പൂക്കിയ പെറ്റൂറ്റി. എന്നിട്ട് ഇവരെ തമ്മിലുള്ള ഈ പൂക്കിയും പെറ്റൂറ്റിയും തമ്മിലുള്ള പ്രണയം ക്രിഞ്ച്. ആ സോങ് തന്നെ വൻ ക്രിഞ്ച്. അതിന് ജേക്സ് ബിജോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജേക്സ് ബിജോ എടുത്ത ഇത്രയും മോശം പോക്ക് വേറെ കാണൂല. വളരെ മോശം. ആ സോങ് തന്നെ വൻ ക്രിഞ്ചാണ്. അത് അതിലും ക്രിഞ്ചായിട്ട് മഴയൊക്കെ പറഞ്ഞാൽ വെറും ആർട്ടിഫിഷ്യൽ മഴ, പൈപ്പ് വെച്ച് അടിച്ചാണെന്ന് ഒറ്റ നോട്ടത്തിന് മനസ്സിലാവുന്ന പോലത്തെ മഴ. എന്നിട്ട് സോങ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ വില്ലൻ ഉണ്ട് ഒരു ചങ്ങായി, പുള്ളി കൊടുത്ത സ്കോർ മാത്രം കൊള്ളാം, ബാക്കി സ്കോർ മോശം. അങ്ങനെ പുള്ളിയുടെ പേരെന്താ, ശത്രു എന്നും കണ്ടോ പുള്ളിയുടെ പേര്. അപ്പോൾ ആ പുള്ളി അതും പക്ഷേ മോശം, വളരെ മോശമായിട്ടുള്ള പിന്നെ ഒരു മീശയാണ് വെച്ചേക്കുന്നത്, ഒട്ടിച്ച് വെച്ചേക്കുന്ന മീശ. പിന്നെ ഇതിൽ വേറൊരു കോമഡി പീസായിട്ട് ബാബുരാജ് ഭയങ്കര അടിക്കാരനാണ്. അടിച്ച് എന്നിട്ട് ബാബുരാജ് പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റാവും. ഇതിൽ ഇങ്ങനെ സ്വിച്ചിട്ട പോലെ കമ്മ്യൂണിസ്റ്റാവും ആൾക്കാർ. ബാബുരാജ് കമ്മ്യൂണിസ്റ്റാവും. ടൊവിനോ പിന്നെ എന്താ കൃഷ്ണപിള്ള എന്നൊക്കെ പറയണ്ട ഇടയ്ക്ക്. വെറുതെ എന്തിനാ കൃഷ്ണപിള്ളനെ അപമാനിക്കുന്നത്? കൃഷ്ണപിള്ള എന്ന പേരിട്ടിട്ട് സഖാ കൃഷ്ണപിള്ള ഉദ്ദേശിച്ച്. ഇതിലതല്ല. എന്നിട്ട് ബാബുരാജ് ഒരു കൊടി കുത്തും പള്ളീൻ്റെ മുമ്പിൽ, പാർട്ടിക്കൊടി, ചുവന്ന കൊടി, അരിവാൾ ചുറ്റിക. എന്നിട്ട് അത് പള്ളിച്ചട്ടമ്പി വരുമോ, പള്ളിച്ചട്ടമ്പി ബാബുരാജ് അവിടെ പ്രദേശത്ത് എവിടെ ഇല്ല. എൻ്റെ തൊട്ട മുമ്പിലോ ഒരു ഷോട്ടിലോ ഒരു സീനിലോ ബാബുരാജ് ഇല്ല. പെട്ടെന്ന് ഔട്ട് ഓഫ് നോവ് ബാബുരാജ് അങ്ങ് പ്രത്യക്ഷപ്പെടാം. ഒരു അടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് കൊള്ളാത്ത അടി. ഇതാരാ ഇതിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശ കളിക്കുക, അടികൂടി കളിക്കുക ഒരു ആക്ഷൻ പടത്തിൻ്റെ അകത്ത്. എന്നിട്ട് ബാബുരാജ് അവസാനം പിന്നെ വരുന്നുണ്ട്. ആ ബാബുരാജനാകെ കുറച്ച് ദിവസം മാത്രം ഡേറ്റ് വാങ്ങിച്ച് ഒഴിവാക്കിയെന്ന് തോന്നുന്നു, 2 സീനിൽ മാത്രം. അപ്പോൾ ഒരു ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്യണ്ട, ആ ക്യാരക്ടറിൻ്റെ പ്രസൻസ്, ആ പ്രസൻസ് ഫീൽ ചെയ്തല്ലേ നമുക്ക് ഇമോഷണലി കണക്ട് ആവുക. ലാസ്റ്റ് ആ ക്യാരക്ടർ വീണ്ടും വരുമ്പോൾ നമുക്ക് ഗുസ്ബം ഉണ്ടാവുകയും ചെയ്യുന്ന അങ്ങനത്തെ അല്ലേ. ഒന്നുമില്ല, അതാ പറഞ്ഞു, വളരെ മോശം റൈറ്റിങ്, വളരെ മോശം ഡയറക്ഷൻ. പിന്നെ ബിൽഡപ്പ്. ടോവിനോനെ കാണിക്കുന്നതിന് മുൻപേ ബിൽഡപ്പാണ്, കുറേ ബിൽഡപ്പ്. എന്നിട്ട് വന്നിട്ട് ഒരു ഊശാനായിപ്പോയി. ഇത് ഞാൻ പാടിയതല്ല, ഇത് ജെയ്ക്സ് ബി ജോയ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ലങ്കേ രാവണ പറഞ്ഞിട്ട്. ടിജോ ടോമിയാണ് DOP. വളരെ മോശം വർക്ക്. ശ്രീസാരംഗ് എഡിറ്റിംഗ്. പുള്ളി സാധാരണയായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, വളരെ മോശം. ദിലീപ് നാഥാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. രാജേഷ് മേനോൻ ആർട്ട്. മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ധ്രുവനുണ്ട്, സിദ്ദിഖിനൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, മറുകെല്ലാം വെച്ചിട്ടുണ്ട്. വ്യത്യസ്തത പിടിക്കാനാണെന്ന് തോന്നുന്നു. പണ്ട് CID നസീറൊക്കെ വെച്ച ഒരു മറുക് സിദ്ദിഖിന്. സുധീർ കരമന, അലക്സാണ്ടർ പ്രശാന്ത് ഉണ്ട്, നമ്മുടെ അഖിലേഷ് ഏട്ടനുണ്ട്. പിന്നെ തൈര് രാമണ്ണ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ശത്രു തൈര് രാമണ്ണ, മറ്റേ വില്ലൻ. ഇങ്ങനെ പോകുന്നു. ഇതിലിനി ഇത് നാടകമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വൻ നാടകമാണ്. പിന്നെ നാടകത്തിനകത്ത് നാടകമുണ്ട്. ഇതിൽ മറ്റേ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അതൊക്കെ കാണിക്കുന്നുണ്ട്, KPSC. അപ്പോൾ അതിലാണ് മറ്റേ ഇവർ വരുന്നത്, കയഡ് വന്ന് ഉറപ്പിക്കുന്നത് നാടക നടിയായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു വൻ നാടക സിനിമയ്ക്കകത്ത് അതാ വരും നമ്മളെ മറ്റേ കുംഭേനെ വാരാണസീൻ്റെ സെറ്റിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നു തോന്നുന്നു. ആകെ 2 സീനം കണ്ടേ ഉള്ളൂ, പക്ഷേ നാടകത്തിൽ കറക്റ്റായിരുന്നു. പുള്ളി വന്ന് 2 സീനിൽ ഒരു പട്ടിയും പുള്ളിയും ഇങ്ങനെ വന്നിട്ട് ബോഡിയെ കാണിക്കുന്നുണ്ട്. കാരണം കുംഭയുടെ ബോഡിയാണെന്ന് തോന്നുന്നു, വന്ന് കാണിച്ച് പോയിട്ടുണ്ട്. അവസാന കോമഡിയാണ്. ആരാ മനസ്സിലായില്ലേ? പൃഥ്വിരാജ് സുകുമാരൻ, പുള്ളിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ലാസ്റ്റ് മറ്റേ ബാഹുബലിയിലെ ഷോട്ട്, ബാഹുബലിയിൽ 2 കുന്തം വന്നിട്ട് ഇങ്ങനെ മുട്ടുന്നില്ലേ, അതുപോലെ ഇതിൽ പൃഥ്വിരാജ് വെടിവെക്കും, ടൊവിനോ കുന്തെറിയും. വെടിയുണ്ടേ കുന്തവും കൂടെ മനസ്സിലായോ? പണ്ടത്തെ മറ്റേ ശ്രീകൃഷ്ണ മറ്റേ ഇതിൽ കണ്ടില്ലേ, മറ്റേ പാശുപതാസ്ത്രവും മറ്റേ അസ്ത്രവും കൂടെ വന്നിട്ട് ഇങ്ങനെ മുട്ടൂലേ. അപ്പം ഇങ്ങനെ മുട്ടുക, വെടിയുണ്ടേയും കുന്തവും. ഇതൊക്കെയാണ് ഡിജോ ജോസ് പഠിച്ചു വിട്ടേക്കുന്നത്. ഇതിൽ കുറേ കോമഡി സംഭവങ്ങളുണ്ട്. ക്രിസ്റ്റഫർ സേന, കുന്തപുരം പള്ളിയിലെ ക്രിസ്റ്റഫറാണ് ഞാൻ പറയുന്നുണ്ട് ടൊവിനോ. ഈ ക്രിസ്റ്റഫർ സേന എന്നൊക്കെ പറയുന്നത് തന്നെ വൻ കോമഡിയാണ്. എന്നിട്ട് ഇതിൽ വേറെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. പിന്നെന്താ ഒരു പയ്യൻ, വള്ളി നിക്കറിട്ട ഒരു പയ്യൻ. പിന്നെ സീതാമ്മ എന്ന് പറഞ്ഞിട്ട് വൻ വെറുപ്പിക്കൽ. സീതാമ്മ ക്യാരക്ടറും വെറുപ്പിക്കൽ, പിന്നെ അഭിനയം വെറുപ്പിക്കൽ. ഇതിൽ വേറെ കോമഡിയാണേ.
വൻ സായുധ വിപ്ലവം നടക്കുക. വെള്ളത്തിലൊക്കെ മുങ്ങിയിട്ട് ആൾക്കാർ അമ്പെയ്യുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, പൊരിഞ്ഞ കോമഡി അടി നടക്കുന്നു. ടൊവിനോ തോമസ് ബാഹുബലിയെ പോലെ വൻ മരമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളുക, വലിയ മരം പിടിച്ചിങ്ങനെ തള്ളി കളിക്കുക. അതിനിടയ്ക്ക് ഒരാൾ സാക്സോഫോൺ വായിക്കുന്നു. അതായത് പുരകത്തുമ്പോൾ വാഴവിട്ടെന്ന് പറയില്ലേ, ടൈറ്റാനിക് മുങ്ങിയപ്പോൾ ചെയ്തല്ലോ കുറച്ച് ആൾക്കാർ, അതുപോലെ ഒരാൾ സാക്സോഫോൺ വായിക്കുന്നു. സോ ഇത്രയും അലന്ന ഒരു സിനിമ വിഷുവിന് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഈ സിനിമയിലൊരു ഡയലോഗ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ നാടകത്തിന് മരണമില്ല. പിന്നെ ഒരാൾ പറയാൻ വിട്ടുപോയി, യാദിൽ 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 എം ഇക്ബാൽ, കേരളത്തിലെ ഏറ്റവും വലിയ മെസ്സി ഫാൻ. കുഴിമന്തി യാദിൽ എൻ്റെ സുഹൃത്തു കൂടെയാണ്. യാദിൽ മിന്നിച്ചു ഒരു സീനിൽ വന്നിട്ട് യാദിൽ തൂക്കി